അതിർത്തി രാജ്യമാണെങ്കിലും ഇന്ത്യയെ പോലെ കണക്കാക്കുന്ന ഒരിടമാണ് ബംഗ്ലാദേശ്. നമുക്ക് അവിടുത്തെ സമീപകാലത്ത് വളരെ വലിയ വിഷയങ്ങളാണ് ബംഗ്ലാദേശ് നടന്നുകൊണ്ടിരിക്കുന്നത്. വംശഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അതിൽ ഇന്ത്യയുടെ ഇടപെടൽ നമുക്കറിയാം. പ്രധാനമന്ത്രിയുടെ ഇങ്ങോട്ടോ വരവിൽ പോലും ഡോവൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഭാരതത്തിന് സഹായം ലഭിച്ചിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് ഇവിടെ തുടരേണ്ടി വരുന്നു. ഏതൊക്കെ തരത്തിലാണ് ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ ഇടപെടൽ, ഇന്ത്യയുടെ സുരക്ഷിതത്വത്തെ അത് ബാധിക്കുമോ? ബാധിക്കില്ല എങ്കിൽ അതിനുള്ള ഇടപെടൽ എങ്ങനെ? അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അല്പം ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ള പേരിൽ ആണ് ഈ ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പിറവി. അതെ, റാഡ്ക്ലിഫ് ലൈൻ നമ്മൾ കേട്ടിട്ടുണ്ട്. റാഡ്ക്ലിഫ് വരച്ച വരയിലാണ് പാകിസ്ഥാനും ഈ ഈസ്റ്റ് പാകിസ്ഥാൻ ഉണ്ടാവുന്നത്. ഈ ഈസ്റ്റ് പാകിസ്ഥാനാണ് പിന്നീട് അവിടെ ഈ സ്വാതന്ത്ര്യം വേണം എന്നുള്ള, പാകിസ്ഥാനിന് സ്വാതന്ത്ര്യം വേണം എന്നുള്ള തരത്തില് അവിടെ സമരം നടക്കുകയും ഈ ബംഗ്ലാദേശ് വാറുണ്ടാവുകയും ഇന്ത്യ സഹായിച്ച്, ഇന്ത്യയുടെ സഹായത്തോടു കൂടി ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഈസ്റ്റ് പാകിസ്ഥാനിൽ സ്വതന്ത്രമാവുന്നതും ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിക്കുന്നതാണ് അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ രൂപീകരിക്കുന്ന സമയത്ത് 27% ഹിന്ദുക്കൾ അന്ന് ബംഗ്ലാദേശിലുണ്ടായിരുന്നു. ഈ ബംഗ്ലാദേശ് രാഷ്ട്രം രൂപീകരിക്കുന്ന സമയത്ത്, അതായത് അന്നുണ്ടായിരുന്ന പോപ്പുലേഷനിൽ വലിയൊരു ശതമാനം ഹിന്ദുക്കളായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തോട് ചേർന്ന വെസ്റ്റ് ബംഗാൾ, ആ വെസ്റ്റ് ബംഗാളിനോടും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളോടും ചേർന്നാണ് ഈ സംസ്ഥാനത്തിന്റെ രൂപപ്പെടൽ നോർത്ത് ഈസ്റ്റ് നിൽക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ചിക്കൻ നെക്ക് പോലെ ഇന്ത്യയുടെ ഒരു ഭാഗം അങ്ങോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. പൂനിയ എന്ന് പറയുന്ന ബീഹാറിന്റെ ഒരു പ്രദേശം എല്ലാം കൂടി ചേർന്നിട്ട്. അപ്പോ ഈ 27% ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ 2024 ആയപ്പോഴേക്കും 8% താഴെയായി. കൃത്യമായിട്ട് പറഞ്ഞാൽ 7.86%. 27, അതായത് നമ്മുടെ രാവിലെ എടുത്ത 20% ഹിന്ദുക്കളോട് കുറഞ്ഞു. അപ്പൊ ഈ ജനസംഖ്യ കുറയുന്നതിന് നമുക്ക് പറയാവുന്ന കാരണങ്ങൾ, പൊതുവെ രാജ്യം ലോകം അംഗീകരിച്ച ഒരു സംഭവം, ഒരു തിയറിയാണ്. ഒന്നുകിൽ ആളുകൾ പലായനം ചെയ്യണം, ഇല്ലെങ്കിൽ വലിയ ഭീഷണമായ ഈ ഫാമിൻ പോലുള്ള വലിയ അസുഖങ്ങളൊക്കെ വന്നിട്ട് ആളുകൾ മരിച്ചു പോകണം. അപ്പോഴും ഒരു പ്രത്യേക ഭാഗം മാത്രമല്ലല്ലോ കൊല്ലപ്പെടുക, എല്ലാ ഭാഗത്തിൽപ്പെട്ട ആളുകളും വരും. ഇല്ല എങ്കിൽ ഇവരുടെ വംശഹത്യ നടന്നിട്ടുണ്ടാവണം. പക്ഷെ നമ്മുടെ ഈ റീസെന്റ് പാസ്റ്റില് അങ്ങനെ ഒരു വംശഹത്യ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നടന്നതായിട്ട് ഇല്ല. ഇപ്പോഴാണ് അത് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ അവിടെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 1.3 കോടിയാണ് ഹിന്ദുക്കളുടെ ജനസംഖ്യ. അപ്പൊ നോക്കോളൂ, വലിയ തോതിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറഞ്ഞു. നമ്മുടെ ഇന്ത്യ കണക്കെടുത്തു കഴിഞ്ഞാൽ വിമാനത്തിലുള്ളതിനേക്കാളേറെ 12% മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഇന്ത്യയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോ ഈ രണ്ട് രാജ്യങ്ങളുടെ ഒരു സമീപനം, അതായത് ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം എങ്ങനെയാണെന്നുള്ളത് ഇതിൽ വ്യക്തമാണ്. ഇപ്പോ ഈ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിച്ചതിന് ശേഷം അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് നാട്ടുപാട്ടാണ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇടപെട്ടിട്ടാണ് ചെയ്യുന്നത്. അതിനും ഒരു റീസൺ ഉണ്ട്. ഇവര് ബംഗ്ലാദേശിലൊരു എയർബേസ് അമേരിക്ക ആവശ്യപ്പെട്ടു ഷെയ്ഖ് ഹസീന. സ്വാഭാവികമായിട്ടും ഷെയ്ഖ് ഹസീന ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാണ് എയർബേസിന്റെ ആവശ്യം? ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സമാധാനമായിട്ട് പോകുന്ന ഒരു ഏരിയയാണ് സൗത്ത് ഏഷ്യൻ പ്രദേശം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇതിന്റെ താവളത്തിന് ആവശ്യമില്ല എന്ന് ഉള്ള ഇവരുടെ ഡിമാൻഡിനെ ഷെയ്ഖ് ഹസീന തള്ളിക്കളയുക. അതില് കരിപൂണ്ട അമേരിക്ക എങ്ങനെ ഷെയ്ഖ് ഹസീനെ അട്ടിമറിക്കാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം അതൊരു ജനാധിപത്യ സർക്കാരായിരുന്നു. അവരുടെ പിതാവായ ഷെയ്ഖ് മുജിബുർ റഹ്മാനാണ് ഈ അവരുടെ ഫൗണ്ടർ ഓഫ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന സംഭവം രൂപീകരിക്കുന്നത്. ഇന്ത്യയുമായി എല്ലാ കാലത്തും ഒരു സൗഹൃദം ഉണ്ടാക്കുക മാത്രമല്ല, ഒരു ഇന്ത്യൻ കൾച്ചർ തന്നെ എവിടെയുണ്ട്, ബംഗ്ലാദേശിനകത്ത് സംഭവം ഉണ്ട്. സാമ്പത്തികമായി പോലും നല്ല വളർച്ചയുടെ ഏഷ്യൻ ടൈഗർ എന്നുള്ള രീതിയിൽ വളർന്നു വരുന്നത്, ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. അപ്പൊ ഇതില് കണ്ണുകടി പൂണ്ട അമേരിക്ക എങ്ങനെ ഈ ഭരണത്തെ അട്ടിമറിക്കാം എന്ന് ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ കണ്ട സമരവും തുടർന്നുണ്ടായ കാര്യങ്ങൾ. അതിനും ഒരു കൃത്യമായ ഒരു പശ്ചാത്തലമുണ്ട്. അതായത് വിദ്യാർത്ഥി സമരത്തിൽ തുടങ്ങുന്നു. നമ്മൾ ടിയാനൻമെൻ സ്ക്വയറിൽ പണ്ടൊരു വിദ്യാർത്ഥി സമരം കണ്ടു, പക്ഷെ അതിനെല്ലാം വെടിവെച്ച് പോകുന്നതുകൊണ്ട് അത് അവിടെ തീർന്നു. ഇവിടെ വിദ്യാർത്ഥി സമരം ആവശ്യപ്പെട്ടത് സംവരണമായിരുന്നു. അവര് പിന്നീട് ഷെയ്ഖ് ഹസീന മാറണമെന്നായി. ഷെയ്ഖ് ഹസീന മാറിയപ്പോ മണിക്കൂറുകൾ കൊണ്ട് അവിടെ ലക്ഷ്യം മാറാണ്. ഇപ്പൊ അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഇവിടുന്ന് വിട്ടുപോകണം എന്നുള്ളതാണ്. ബംഗ്ലാദേശ് വിട്ടുവിടുള്ള ഹിന്ദുക്കളെല്ലാം പോകണം, ഇല്ലെങ്കിൽ നിന്നെ എല്ലാം നമ്മൾ കൊല്ലും. കൊന്നുകൊണ്ടിരിക്കുകയാണ് പലരെയും. അങ്ങനെ ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾക്ക് പിന്നെ ഒരു ആശ്രയമുള്ള ലോകത്തിൽ ഒരേ ഒരു രാജ്യം
ഇന്ത്യ ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അത് സ്വാഭാവികമായിട്ടും എന്താണ്, അവർക്കൊരു ആശ്രയം കൊടുക്കേണ്ടത് ഇന്ത്യയുടെ ഒരു കടമയും കൂടിയാണ്, ബാധ്യതയല്ല, ഒരു കടമയാണ്. പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ പറഞ്ഞു, പിന്നെ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾക്കെതിരെയുള്ള ഈ പറഞ്ഞ വംശഹത്യ അത് സർക്കാർ ഇടപെട്ട് അതിനൊരു അറുതി ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ഒരു വെറുതെ ഒരു പ്രസ്ഥാനം നടത്തിയാൽ മാത്രം നടക്കുന്ന ഒരു കാര്യം ഭ്രാന്ത് പിടിച്ച രീതിയിലാണ് ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കൾ അതിക്രൂരമായി കൊന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ വസ്തുക്കൾ പിടിച്ചെടുക്കുക, അവരെ ജോലി നിർബന്ധമായി രാജിവെപ്പിച്ചു വിടുക, ഞങ്ങളുടെ ഒരുപാട് പരിപാടികൾ നടക്കുന്നു. ഇടക്കാല ഭരണസാരഥ്യം ലഭിച്ച ആൾ ഒരു മേമ്പടിക്ക് ഒരു പൂശൽ പൂശിയിട്ട് എല്ലാം സംരക്ഷിക്കും അരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് മുഹമ്മദ് യൂനിസ് നോബൽ പ്രൈസ് കൊടുത്ത അമേരിക്ക. അതെ. എന്തിന്? തന്റെ അടിമയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതെ. അമേരിക്കയുടെ അടിമയും ചാരനാണ് യൂനിസ്. അതായത് ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. അതെ. നോബൽ പ്രൈസ് വിന്നർ എന്ന് പറയുമ്പോൾ വലിയ എതിർപ്പൊന്നും വരില്ല, അയാൾ വലിയ മഹാനായി ഉദ്ദേശിച്ചിട്ട്. പക്ഷെ അയാള് ഈ ഇസ്ലാമിസ്റ്റുകളുടെ താളത്തിൽ തുള്ളുന്ന ഒരാളാണ്. ഈ സമരം ചെയ്ത വിദ്യാർത്ഥികൾ തന്നെ ആവശ്യപ്പെട്ട ഇയാൾക്ക് ചുമതല കൊടുക്കുന്നു. അതാണ് സാറേ. അപ്പൊ അതായത് ഈ അമേരിക്ക പോലൊരു രാജ്യത്തെ നമ്മൾ കാണുന്നത് ഇപ്പോ പിന്നെ അതായത് ഇവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഇപ്പൊ ലോക രാജ്യങ്ങൾ അവരുടെ വളർച്ച കൃത്യമായി പഠിച്ചിട്ട് തന്നെ അവിടത്തേക്കുള്ള പ്ലാനും പദ്ധതി ഇവർ നേരത്തെ തയ്യാറാക്കി. അപ്പൊ അങ്ങനെ ഒരു പദ്ധതി വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന്റെ കാര്യത്തിലും അമേരിക്ക എടുത്തിട്ടുണ്ടാവും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെളിവുകൾ അങ്ങനെയാണ് വരുന്നത്. അതെ അതെ. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്ന സാഹചര്യത്തിൽ ഹിന്ദുക്കളോട് വലിയ തോതിൽ ഈ ക്രൂരത തുടങ്ങിയ സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെട്ടു. ആ ഇടപെടൽ എന്ന് പറയുന്നത് രഹസ്യമായിട്ടായിരുന്നു, പരസ്യമായിട്ട് ഇടപെടലല്ല. പരസ്യമായിട്ട് ഈ പറഞ്ഞ പ്രസംഗത്തിൽ പറയും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലെന്ന് പറയും. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്ക ഡീപ് സ്റ്റേറ്റുള്ള ഇന്ത്യക്കുണ്ട് ഒരു ഡീപ് സ്റ്റേറ്റ്. അത് പലതും അറിഞ്ഞാത്തതുകൊണ്ടാണ്. എല്ലാം കാണുന്നു, അറിയുന്നു, സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവരും ഇടപെടേണ്ട സമയത്ത് ഇടപെടും. ആ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട്, ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശില് നമ്മുടെ പിന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ സന്ദർശനം നടത്തിയതായിട്ടാണ് വിവരങ്ങൾ. സന്ദർശനം മാത്രമല്ല, ഇപ്പൊ അവിടെ പറഞ്ഞിരുന്ന മുഹമ്മദ് യൂനുസുമായിട്ട് ചില കാര്യങ്ങളിൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ചർച്ചയൊന്നുമല്ല, ചില കാര്യങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് പ്രധാനം എന്ന് പറയുന്നത്, ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾക്കെതിരെ ഇവിടെ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഈ കൊള്ളയും കൊലയും, അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് ഓടിച്ചു കളയാനുള്ള ഒരു പരിപാടി ഇന്ത്യ ഇവരെല്ലാം സ്വീകരിക്കും എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. ഇവിടെ ഒരു 1.3 കോടി ഹിന്ദുക്കളുണ്ട്. അത്രയും പേരെ ഇന്ത്യ കൊണ്ടുപോകും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാം എന്നുള്ള സംഭവം നടക്കില്ല. ഞങ്ങളവരെ കൊണ്ടുപോവാം, അങ്ങനെയാണെങ്കിൽ ലാൻഡും കൂടി ഞങ്ങൾ കൊണ്ടുപോകും എന്ന ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ലാൻഡും കൂടി കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ട്. ലാൻഡും കൂടി കൊണ്ടുപോകുന്ന മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണ് എങ്കിൽ ഇത്രയും ഹിന്ദുക്കളെ ബംഗ്ലാദേശിന്റെ ലാൻഡിനുള്ളിൽ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ള ഒരു സൂചന ഇദ്ദേഹം അവിടെ കൊടുത്തു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി യൂനിസിനെ വിളിക്കുന്നത്. ഇവരെ ഫോൺ സംഭാഷണം നടന്നു, അത് വാർത്തയിൽ വന്നതാണ്. ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അപ്പൊ ഈ ഫോണിൽ സംസാരിച്ചതും അജിത് ഡോവലിന്റെ സംസാരം എല്ലാം തന്നെ ഇപ്പോ വെസ്റ്റ് ബംഗാളിനോട് ചേർന്ന് നടക്കുന്ന വലിയൊരു ഭൂപ്രദേശം, ആ ഭൂപ്രദേശം ബംഗ്ലാദേശിൽ നിന്നും നഷ്ടപ്പെട്ടു പോവും എന്നുള്ള ഒരു സൂചന, ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതനുസരിച്ച് അവർ പ്രവർത്തിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ ഗുരുതരമാവും. അപ്പൊ ന്യായമായ ഒരു ചോദ്യം ഇതിനകത്ത് ഈ കേൾക്കുന്നവർക്കുണ്ടാവാം. അതായത് ഹിന്ദുക്കളെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് തന്നെ ലാൻഡ് നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം കഴിഞ്ഞ് വന്നാൽ മതിയില്ലെന്ന് പറയും. 1.3 കോടി ജനങ്ങൾ വരുമ്പോ നിലവിൽ ഇവിടെ ഉള്ളവർ മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം വരും. ഇല്ലെങ്കിൽ അവർക്ക് ഇതുള്ള സൗകര്യങ്ങൾ കുറയും. അതിന് പകരം നിങ്ങൾ ജനത്തെ തരാണെങ്കിൽ അവർക്കുള്ള താമസിക്കാനുള്ള സൗകര്യവും സ്ഥലവും കൂടി തരണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. അത് ന്യായമാണ്, കേട്ടാൽ നമുക്ക് സംഭവം ന്യായമായിട്ട് തോന്നും. ഇപ്പൊ നിങ്ങൾ ഇയാളെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ സംരക്ഷിക്കാം, നമ്മൾ സംരക്ഷിക്കാം. അതിനുള്ള ജീവനാംശം തരണം നമ്മൾ പറയില്ലേ, അതുപോലെ ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷെ ഇത് യൂണിയൻ സർക്കാരിനെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ തലവേദനയൊന്നുമില്ല. അപ്പുറത്ത് ഡീപ് സ്റ്റേറ്റിനെ സന്തോഷിപ്പിക്കണം, അമേരിക്കയെ സന്തോഷിപ്പിക്കണം, പിന്നെ ഇസ്ലാമിസ്റ്റുകളെ സന്തോഷിപ്പിക്കണം. കാര്യം അവർക്ക് ഈ കൊലയും നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ഒപ്പം ഇന്ത്യയുടെ ഭീഷണിയെയും അതിജീവിക്കുന്നു. അപ്പൊ വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ബംഗ്ലാദേശ് സർക്കാരുള്ളത്. അതെ, തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടിലാണ്. ഇത് ചെയ്തില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടാവും. ഒരു തർക്കം അക്കാര്യത്തിൽ വേണ്ട. ആ ഇടപെടൽ എന്ന് പറയുന്നത് അവിടുത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന തരത്തിൽ തന്നെ ആയിരിക്കും. കാരണം ഇനി അവശേഷിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഭാരതമാണ്. ആ ഭാരതത്തിന്റെ അടുത്ത് കിടക്കുന്ന നമ്മുടെ സൗഹൃദ രാജ്യമായ ബംഗ്ലാദേശ് രക്ഷിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മൾ അഭയം കൊടുത്തത്. മറ്റൊരു രാജ്യത്ത് പോകാതെ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. ഇപ്പൊ ലോകത്തൊരിടത്തും വിശ്വസിച്ച് അവർക്ക് ജീവിക്കാൻ കഴിയില്ല. കാര്യം എല്ലായിടത്തും ഈ ആളുകൾ ഇടപെടും.
ഇടപെട്ടവർ തട്ടിക്കളയും. അതുകൊണ്ട് ഈ ഏറ്റവും കൂടുതൽ ധൈര്യത്തോടെ ജീവിക്കാൻ കഴിയുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്താണ് എന്ന് ഒരു തിരിച്ചറിവ് അടിസ്ഥാനത്തിലാണ് അവർ ഇന്ത്യയോട് സഹകരിച്ചത്. ഇന്ത്യയിലേക്ക് അവർ അഭയാർത്ഥിയായിട്ട് വരികയും ചെയ്തത്. ഇതാണ് ഇപ്പോഴുള്ള ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സാഹചര്യം.